കണ്ണാടി സ്കൂളിലെ 9 ക്ലാസ്സുകാരനായ അർജുൻ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ ഈ അധ്യാപകർക്കെതിരെ വലിയ ആരോപണങ്ങൾ വരികയും അധ്യാപകരായ 2 പേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ അർജുൻ്റെ അച്ഛനാണ് എന്നോടൊപ്പം ഉള്ളത്. ഈ ഒരു പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം എന്താണ് ശരിക്ക്? സത്യം പറഞ്ഞാൽ നവംബർ മാസം കഴിഞ്ഞ 2024 നവംബർ മാസം അർജുനെ ക്രൂരമായി ഒരു കുട്ടികൾ തമ്മിൽ ഡസ്റ്റ് ബോർഡർ ബുക്ക് എഴുതി കളിച്ചതിൻ്റെ ഒരു പേരിൽ ആ കുട്ടിനെ വിളിച്ച് നല്ലപോലെ തല്ലിയിട്ടുണ്ട്. ആടുമാടുകളെ തല്ലുന്ന പോലെ തല്ലിയിരിക്കുക. അതിനുശേഷം ആ ഫോട്ടോ എൻ്റെ വൈഫ് എനിക്ക് അയച്ചു തന്നു. ഞാൻ പട്ടാമ്പിലായിരുന്നു വർക്ക്, അപ്പോൾ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഏതൊരു അച്ഛനും അത് ഷോക്കാവും, കാരണം അങ്ങനെയും തല്ലി പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ആശാ ടീച്ചർ വന്ന ആ ടീച്ചറിനെ ഞാൻ വിളിച്ചു, ക്ലാസ് ടീച്ചറിനെ വിളിച്ച് സംശയം, എന്താ ടീച്ചറെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ, അയ്യോ സാറേ എൻ്റെ നിന്ന് അറിയാതെ പറ്റിയ ഒരു തെറ്റാണ്, എന്നെ മാപ്പാക്കണം, കാല് പിടിക്കാം എന്ന് പറഞ്ഞ് അന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞു കാല് പിടിച്ചത് കൊണ്ടാണ് അങ്ങനെ ഞാൻ ക്ഷമിച്ചത്. അല്ലാതെ ഇന്ന് ഞാൻ പിറ്റേ ദിവസം കണ്ണാടി സ്കൂളിൽ വന്നിട്ട് കംപ്ലൈൻറ്റ് പറയാമെന്ന് നിൽക്കുകയായിരുന്നു. അതായത് മോനെ ഈ ചൂരിൽ കൊണ്ട് അടിച്ച് ശരീരത്തിൽ പാടുണ്ട്, അതിന്റെ ഈ ഫോട്ടോ ഭാര്യ അയച്ചു തന്നപ്പോൾ നിങ്ങൾ ടീച്ചർക്ക് വിളിച്ചു, അപ്പോൾ അറിയാതെ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നിങ്ങൾ തുടർ നടപടിക്കൊന്നും പോയില്ല? തീർച്ചയായിട്ടും, അതുകൊണ്ടാണ് ഞാൻ തുടർ നടപടിക്ക് പോകാതിരുന്നത്. നിങ്ങളുടെ കാല് പിടിക്കാം സാറേ, എനിക്ക് അറിയാതെ പറ്റിയാണ് എന്ന് പറഞ്ഞ് ആശാ ടീച്ചർ എന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പറഞ്ഞതുകൊണ്ട് ഞാനതൊന്നും ചെയ്തില്ല. അതിനുശേഷം നിരന്തരമായിട്ട് ഇവനെ പീഡിപ്പിക്കുകയും മാനസികമായി തകർക്കുകയും ചെയ്തെന്ന് എനിക്ക് ആ സ്കൂൾ കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് അച്ഛൻ വിളിച്ചതുമായി ബന്ധപ്പെട്ട് എന്തിനാണെന്ന് ചോദിച്ച് എന്തെങ്കിലും ആശാ ടീച്ചർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിരുന്നോ? അതിനുശേഷം പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഓരോ ദിവസവും നമ്മൾക്ക് ഇവനെ ഇമ്പോസിഷൻ കൊടുക്കുക, ചെറിയൊരു ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ചിരിച്ചാലും അവന് പനിഷ്മെൻറ്റ് കൊടുക്കുക എന്ന് ക്ലാസ് കുട്ടികളാണ് നമ്മളടുത്ത് പറഞ്ഞത്. അല്ലാണ്ട് ഇവൻ നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. അർജുൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. കാരണം നമ്മളെന്തെങ്കിലും ചീത്ത പറയുമോ? ഒരു പ്രാവശ്യം പറഞ്ഞതിൻ്റെ ബെനിഫിറ്റാണ് അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയും മർദ്ദനത്തിന് ഇരയാകുന്നത് എൻ്റെ മകനാണ്. അതുകൊണ്ടാണ് അവൻ പേടിച്ച് ടീച്ചറിൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ടീച്ചറിനെ വിളിച്ച് പറഞ്ഞ് പിന്നെ എനിക്ക് പനിഷ്മെൻറ്റ് ജാസ്തിയാകും എന്നുള്ള പേടിയിലാണ് അവൻ പറഞ്ഞത്. അല്ലാതെ കുടുംബപരമായ മാനസിക സമ്മർദ്ദം എന്നും ഉണ്ടായിട്ടില്ല. കാരണം വെള്ളിയാഴ്ച ഞങ്ങൾ ഗുരുവായൂർ ഫാമിലിയോടെ, ഞാനില്ല, എൻ്റെ ഫാമിലി, അളിയൻ്റെ ഫാമിലി എല്ലാം കൂടിയിട്ട് ഗുരുവായൂർ പോയി, ശനിയാഴ്ച സിനിമയ്ക്ക് പോയി, ഞായറാഴ്ച ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഫുഡെല്ലാം കഴിച്ച്, തിങ്കളാഴ്ച അത് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് ഈ ടീച്ചർ ഈ സോൾവായ പ്രശ്നം എന്തുകൊണ്ട് നമ്മൾ ക്ലാസ്സിൽ വിളിച്ച് അന്വേഷിച്ചു. മരിക്കുന്നതിന് മുൻപ് പിന്നെ നിങ്ങളോടോ ഇല്ലെങ്കിൽ കുട്ടിയുടെ അമ്മയോടോ ആരോടെങ്കിലും ഇത്തരം ഒരു സമ്മർദ്ദം ഉണ്ട് സ്കൂളിൽ നിന്ന് എന്ന് പറഞ്ഞിരുന്നോ? നമ്മളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ക്ലാസ് കുട്ടികളോട് അവർക്കറിയാം ഇങ്ങനെ അർജു പറഞ്ഞത്. അർജു വരുന്ന ചൊവ്വാഴ്ച വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ അർജു പറയുന്നത്, ഇനിയെ ഈ ടീച്ചറിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. എൻ്റെ മരണത്തിന് ശേഷം അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാരൻ മുഴുവൻ. എൻ്റെ മരണത്തിന് ശേഷം ഇനി നിങ്ങൾക്ക് ഈ ടീച്ചറിനുമായിട്ട് ഒരു പ്രശ്നവും വരില്ല, നിങ്ങൾക്ക് സന്തോഷമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് വന്നിരിക്കുക എൻ്റെ അർജു. അത് എൻ്റെ ഇവിടുത്തെ കൂട്ടുകാരന്മാർ പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. അല്ലാതെ കുടുംബപരമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല. അന്ന് പക്ഷേ ചില കുട്ടികൾ മറ്റേ ടീച്ചർമാരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചത്. അതെന്തുകൊണ്ടാണ്? ആ കുട്ടി ഞങ്ങൾക്കിപ്പോൾ ഒരു വോയിസ് ക്ലിപ്പ് തന്നിട്ടുണ്ട്. ആ കുട്ടി ആ ഗ്രൂപ്പിലേക്ക് വോയിസ് ക്ലിപ്പ് എന്നെ നിർബന്ധപൂർവ്വമായിട്ട് കുട്ടികൾ പ്രേരിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ വോയിസ് ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സമർപ്പിക്കാം. എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ വോയിസ് ക്ലിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കൂട്ടുകാരന്മാർ നിർബന്ധിച്ച് പറയിപ്പിച്ചതാണ്. അതിന് ഖേദം പ്രകടിപ്പിച്ച് ആ കുട്ടിയുടെ വോയിസ് മെസ്സേജ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഈ 14 വയസ്സുള്ള കുട്ടികളാണ് ഈ അർജുൻ്റെ ക്ലാസ്സിലുള്ളത്. ആ കുട്ടികളെ സ്വാഭാവികമായും അധ്യാപകർ സ്വാധീനിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരുടെ മൊഴി രേഖപ്പെടുത്തണമെന്നൊരാവശ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്. സാജിദ് അജ്മൽ തന്നെ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. സാജിദ്, ഈ കുട്ടിയെ അധ്യാപികമാർ മർദ്ദിച്ചു എന്നതിൻ്റെ കൂടുതൽ തെളിവുകളാണല്ലോ പുറത്തു വരുന്നത്. പക്ഷേ അപ്പോഴും ഇതിനെ നിഷേധിക്കുകയാണ് അധ്യാപകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെ സാധൂകരിക്കുന്ന പുതിയ തെളിവുകൾ വന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരമൊരു നിലപാടിൽ അവർ തുടരുന്നത്? നൗഫൽ, ഈ മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ഈ 14 വയസ്സുള്ള 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അർജുൻ എന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത 14-ാം തീയതി വരുന്നു. ഇതിന് പിന്നാലെ ഈ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റിനോട് വിദ്യാഭ്യാസ വകുപ്പ് ഇവരെ ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്യണമെന്ന് പറയുകയും അങ്ങനെ പ്രധാന അധ്യാപികയും ഈ ആരോപണ വിധേയമായി നിൽക്കുന്ന ആശ എന്ന ഈ അർജുൻ്റെ ക്ലാസ് അധ്യാപികയും ഈ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇപ്പോഴാണ് കുടുംബം കൂടുതൽ ചില ഫോട്ടോകളും മറ്റും പുറത്തുവിടുന്നത്.
പറയുന്നത് ഈ 2024 നവംബർ മാസത്തിലാണ് ഈ കുട്ടിക്ക് ഈ മാരകമായ ചൂരൽ പ്രയോഗം ഈ കുട്ടിയുടെ മേൽ ഉണ്ടാകുന്നത്. ഇതിന് കാരണം ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില തർക്കങ്ങളും ഡസ്റ്റർ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ പേരിലാണ് ഈ അർജുനെ മാത്രം ഈ അധ്യാപിക തല്ലുന്നത്. എന്തിനാണ് കുട്ടിയെ ഈ രീതിയിൽ തല്ലിയത് എന്ന് ഈ അർജുന്റെ അച്ഛൻ അശോകൻ ഈ ക്ലാസ് ടീച്ചറെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തെറ്റുപറ്റി പോയതാണെന്നും ഇനി കുട്ടിയെ ഉപദ്രവിക്കില്ലെന്നും പറയുന്നു. പിന്നീട് ഈ കാര്യം ഒന്നും തന്നെ ടീച്ചർ ഇതുവരെ ഈ കുട്ടിയോട് സംസാരിച്ചിട്ടില്ല. പകരം കുട്ടിയെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിൽ വലിയ തരത്തിലുള്ള ശിക്ഷകൾ നൽകുന്നു. അതോടൊപ്പം തന്നെ ഈ കുട്ടിക്ക് അനാവശ്യമായി ഇമ്പോസിഷൻ നൽകുന്നു. ക്ലാസ്സിൽ നിന്ന് കുട്ടിയെ മറ്റു കുട്ടികൾക്ക് മുൻപിൽ ഒറ്റപ്പെടുത്തുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കുടുംബം ഏറ്റവും വലിയൊരു ആശങ്കയായി കണക്കാക്കുന്നത് ഈ 14 വയസ്സുള്ള കുട്ടികളാണ്. അധ്യാപകർ ഒരു സംഘം ഈ കുട്ടികളുടെ കുടുംബത്തെയും കുട്ടികളെയും ഈ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് എത്രയും വേഗം ചൈൽഡ് ലൈനിന്റെ സഹായത്തോടു കൂടി പോലീസ് കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തണം. ഇല്ലെങ്കിൽ ഈ കുട്ടികൾ ഈ പ്രായത്തിലുള്ള കുട്ടികളാണ്. അവർ ഈ നേരത്തെയുള്ള അറിയുന്ന കാര്യങ്ങൾ പോലും മാറ്റി പറയാനുള്ള സാധ്യത ഉണ്ട് എന്നൊരു ആശങ്കയാണ് ഈ കുടുംബത്തിന് ഉള്ളത്. അതുകൊണ്ട് എത്രയും വേഗത്തിൽ മുഴുവൻ കുട്ടികളുടെയും മൊഴി രേഖപ്പെടുത്തണമെന്നൊരു ആവശ്യമാണ് പറയുന്നത്. എന്തായാലും പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയിക്കുന്നത്. നൗഫൽ.